ഇന്ത്യയിൽ ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡല UDF സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ. കേരളവും പാലക്കാടും അതിനോടൊപ്പം നിൽക്കും. ഷൊർണൂർ സെന്റ് തെരേസസ് കോൺവെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 8 മണിയോടുകൂടിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ വോട്ട് ചെയ്യാൻ എത്തിയത്. ഷൊർണൂർ സെന്റ് തെരേസസ് കോൺവെന്റ് സ്കൂളിലെ 168-ാം ബൂത്തിലാണ് വി കെ ശ്രീകണ്ഠൻ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. വി കെ ശ്രീകണ്ഠനൊപ്പം ഭാര്യയായ KPCC ജനറൽ സെക്രട്ടറി KA തുളസിയും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. രാവിലെ തന്നെ പോളിംഗ് നല്ല ശക്തമായ പോളിംഗ് ആണ്. പക്ഷെ എൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പം അത് പോളിംഗ് ഓഫീസറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുകയാണ്. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടിംഗ് നോക്കിക്കാണുന്നത്. ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും. മതേതര മനസ്സാണ് പാലക്കാടിൻ്റെ. തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. UDF കേരളം മുഴുവൻ ജയിക്കും. UDFന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം രാവിലെ 10 മണിയോടെ തന്നെ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. CCN ഷൊർണൂർ.